ബി.ജെ.പി നേതാവ് ശോഭാ സുരേന്ദ്രൻ, ദല്ലാൽ നന്ദകുമാർ എന്നിവർക്കെതിരെ ഇ.പി. ജയരാജൻ പോലീസിൽ പരാതി നൽകി. തനിക്കെതിരെ നടന്ന ഗൂഢാലോചന അന്വേഷിക്കണമെന്നാണ് ഡി.ജി.പിക്ക് നൽകിയ പരാതിയിൽ ആവശ്യം. വിവരങ്ങളുമായി വിജിൻ വായന്തോട് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. വിജിൻ, ഇരുവർക്കുമെതിരെ, ശോഭാ സുരേന്ദ്രനും ദല്ലാൽ നന്ദകുമാറിനുമെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണോ ഇ.പി. ജയരാജൻ? നേരത്തെ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു ഇരുവർക്കും. ഇപ്പോൾ ഡി.ജി.പിക്ക് പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. ഈ പരാതിയിൽ ഇ.പി. ജയരാജൻ പറയുന്നത് എന്താണ്? പ്രധാനമായി ഇ.പി. ജയരാജൻ ആവശ്യപ്പെടുന്നത് ഇതിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാണ്. അതിലേറ്റവും പ്രധാനമായി പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രനും ഒപ്പം തന്നെ ദല്ലാൽ നന്ദകുമാറും ഉയർത്തിയ ആരോപണങ്ങൾ അടുത്തടുത്ത ദിവസങ്ങളിലായിരുന്നു. ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. തിരഞ്ഞെടുപ്പിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഈ രീതിയിലുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇവരുടെ പ്രസ്താവനകളും പരാമർശങ്ങളും ഒപ്പം തന്നെ ആരോപണങ്ങളും ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യമാണ് ഡി.ജി.പിക്ക് നൽകിയ പരാതിയിൽ ഇ.പി. ജയരാജൻ വ്യക്തമാക്കുന്നത്. നേരത്തെ വിഷയത്തിൽ ഈ ആരോപണത്തിൽ മാപ്പ് പറഞ്ഞ് ഖേദം പ്രകടിപ്പിച്ച് പരസ്യമായി രംഗത്തെത്തണം എന്നാവശ്യപ്പെട്ട് വക്കീൽ നോട്ടീസ് അയക്കുന്ന ഒരു സാഹചര്യവും ഇ.പി. ജയരാജൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ കടുത്ത നടപടിയിലേക്ക് ഇ.പി. ജയരാജൻ കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഇ.പി. ജയരാജൻ ബി.ജെ.പിയിലേക്ക് പോകാൻ പോകുന്നു. അതുമായി ബന്ധപ്പെട്ട് പ്രകാശ് ജാവ്ദേക്കറുമായി ചർച്ച നടത്തിയെന്നുള്ള ഒരു പുകമറ സമൂഹത്തിൽ സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തന്നെ ഉണ്ടായി എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. LDF കൺവീനർ കൂടിയാണ് ഇ.പി. ജയരാജൻ എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച ഈ ദല്ലാൽ നന്ദകുമാർ എന്ന വിവാദ പരാമർശങ്ങളും പല തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ വിവാദങ്ങളുമായി ഒക്കെ രംഗത്തെത്താറുള്ള ദല്ലാൽ നന്ദകുമാറിനെ കൂട്ടുപിടിച്ച് ശോഭാ സുരേന്ദ്രനും അതുപോലെ തന്നെ ബി.ജെ.പിയും കോൺഗ്രസും ഒക്കെ നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത് എന്ന ഒരു സംശയം ഉയരുകയും ചെയ്തിരുന്നു. എന്തായാലും നേരത്തെ വക്കീൽ നോട്ടീസ് അയച്ചവരിൽ KPCC പ്രസിഡന്റ് K. സുധാകരൻ്റെ പേരും ഉണ്ടായിരുന്നു. K. സുധാകരനും ഇത്തരത്തിൽ വക്കീൽ നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും K. സുധാകരൻ, ദല്ലാൽ നന്ദകുമാർ ഒപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ എന്നിവർക്ക് എതിരെയാണ് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നത്. ഇപ്പോൾ ഇ.പി. ജയരാജൻ ഡി.ജി.പിക്ക് നൽകിയ പരാതിയിലും ഇവരുടെ കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇക്കാര്യത്തിൽ ആരോപണങ്ങൾ, തനിക്കെതിരായി നടത്തിയ ആരോപണങ്ങൾ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന കാര്യമാണ് വ്യക്തമാക്കുന്നത്. നേരത്തെ തന്നെ ബി.ജെ.പിയിലും വലിയ തരത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ ശോഭാ സുരേന്ദ്രനെതിരായ നീക്കം ഉടലെടുത്തിട്ടുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. വി. മുരളീധരൻ പക്ഷം ശോഭാ സുരേന്ദ്രനെതിരെ കിട്ടിയ വലിയ ആയുധമായി ഇക്കാര്യം ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. പ്രകാശ് ജാവ്ദേക്കർ തന്നെ കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകുകയും ചെയ്തു. എന്തായാലും ഇത്തരത്തിൽ ഒരു താനും ഇ.പി. ജയരാജൻ നടത്തിയ കൂടിക്കാഴ്ചയെ ദല്ലാൽ നന്ദകുമാർ ഉയർത്തിയ 15 ലക്ഷം രൂപ അക്കൗണ്ടിൽ ശോഭാ സുരേന്ദ്രൻ നൽകിയെന്ന ആരോപണത്തെ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ശോഭാ സുരേന്ദ്രൻ ഇത്തരത്തിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു എന്ന ഒരു പരാതിയാണ് ജാവ്ദേക്കർ തന്നെ കേന്ദ്ര നേതൃത്വത്തിന് നൽകിയിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇ.പി. ജയരാജൻ ഒരു വക്കീൽ നോട്ടീസ് അയച്ചതിന് പിന്നാലെ ഡി.ജി.പിക്ക് കൂടി പരാതി നൽകിയിരിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വിഷയത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യം ഇ.പി. ജയരാജൻ തന്നെ നേരിട്ട് ഉയർത്തുന്നു. അത് പൊതുസമൂഹത്തിൽ നിലവിൽ ഇ.പി. ജയരാജൻ്റെ LDF കൺവീനർക്കും ഒപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗത്തിനും എതിരായി ഇത്തരത്തിൽ ഒരു ആരോപണം സൃഷ്ടിച്ച് ഈ CPM-നെയും അതുപോലെ തന്നെ LDF-നെയും തകർക്കാനുള്ളൊരു നീക്കമായിരുന്നു ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ളത് എന്ന് ഇ.പി. ജയരാജൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതൊരു വലിയ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗൂഢാലോചനയാണ് എന്ന ആരോപണം ഒക്കെ ഇ.പി. ജയരാജൻ ഈ വക്കീൽ നോട്ടീസിൽ പരാമർശിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇ.പി. ജയരാജൻ ഡി.ജി.പിക്ക് നൽകിയ പരാതി ഏറ്റവും പ്രസക്തമാണ്. അതിൽ നടത്തുന്ന അന്വേഷണം ഏറ്റവും നിർണായകമായ കാര്യം കൂടിയാണ്. കാരണം ഇത്രയും ആത്മവിശ്വാസത്തോടു കൂടി വക്കീൽ നോട്ടീസിന് പുറമെ ഇ.പി. ജയരാജൻ ഡി.ജി.പിക്ക് കൂടി പരാതി നൽകുന്നു. ഈ ഗൂഢാലോചനയിൽ അന്വേഷണം വേണമെന്ന ആവശ്യം ഉന്നയിക്കുന്നു എന്നുള്ളതും ഏറ്റവും എടുത്തു കാണേണ്ട വിഷയവുമാണ്. മനു. ശരി, വിജിൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇ.പി. ജയരാജൻ ഡി.ജി.പിക്ക് പരാതി നൽകിയിരിക്കുകയാണ്. ദല്ലാൽ നന്ദകുമാർ ഒപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ എന്നിവർക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. തനിക്കെതിരായ ആരോപണങ്ങളുടെ പിന്നിലെ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് തന്നെയാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിവരങ്ങളാണ് വിജിൻ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.